BJP ഒന്നാം വാർഡ് കമ്മിറ്റി തഴവ വാർഡ് സമ്മേളനം സംഘടിപ്പിച്ചു. ചികിത്സാ ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. BJP ഒന്നാം വാർഡ് കമ്മിറ്റി തഴവ വാർഡ് സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് N പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൽ ബലിദാനികളായി മാറിയിട്ടുള്ള കേരളം, ഈ പ്രസ്ഥാനം ഇവിടെ ഒന്ന് പടുത്തുയർത്തുവാൻ ഒരു 20% വോട്ടിലേക്ക് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ സംഘടന എത്തിക്കുവാൻ ഒരുപാട് ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ വഹിച്ച, ഒരുപാട് ത്യാഗോജ്വലമായ കഷ്ടപ്പാടുകൾ വഹിച്ച നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ഒന്നാമത്തെ ശക്തിയാകാനുള്ള തേരോട്ടം നടത്തുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥകരമാണ്. ഞങ്ങൾ പറയുന്ന വാക്കുകൾ പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ഈ രാജ്യം ഭരിക്കുവാൻ കിട്ടിയിട്ടുള്ള അവസരത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപത്തിൽ, അതിനു മുമ്പ് ബഹുമാനായ അടൽ ബിഹാരി വാജ്പേയിയുടെ രൂപത്തിൽ, അങ്ങനെ നിരവധി രൂപത്തിലും ഭാവത്തിലും ഈ രാജ്യത്തിന്റെ നിരവധി സംസ്ഥാനങ്ങളിലും ഭരിക്കുവാൻ കിട്ടിയ അവസരങ്ങളിൽ അവിടെയെല്ലാം തുടർ ഭരണങ്ങൾ നടത്തുവാൻ, കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടി മാത്രം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്, അങ്ങനെയുള്ള നിരവധി പഞ്ചായത്തുകൾ, അങ്ങനെയുള്ള നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട്, അങ്ങനെയുള്ള നിരവധി പാർലമെന്റ് മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവിടുത്തെ ജനങ്ങളെല്ലാം എന്തുകൊണ്ട് BJPയെ വീണ്ടും അധികാരത്തിലേതു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ BJP നടത്തിയിട്ടുള്ള ജാതി രാഷ്ട്രീയത്തിന് അതീതമല്ല, ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസനം എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഏരിയ പ്രസിഡന്റ് ഡാനിയൽ കാട്ടൂത്തറയിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. BJP കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി S ജിതിൻ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകൾ, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കൊച്ചി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് 85,000-ഓളം ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാം. പഠിക്കാൻ കുട്ടികളില്ല. അവർ ബാംഗ്ലൂരിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറുകയാണ്. എങ്ങനെയായി ഈ അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം? കാരണം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാനസികമായി തയ്യാറല്ലാതെ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്ത PhD എടുത്ത ഒരു കൂട്ടം അഴിമതിക്കാർ ഈ നാട് ഭരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? പറയേണ്ട കാര്യമുണ്ടോ? രാത്രി അന്ത്യയാമങ്ങളിൽ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിൽ ജാടയാണോ മോളൂസ് എന്നൊക്കെ മെസ്സേജ് അയക്കുന്ന MLA, അയാളെ ഇപ്പൊ നിയമസഭയിൽ കൊണ്ടുവരണ്ടായോ? ഇതാണ് ഇപ്പൊ അവരുടെ തർക്കം. അയാളെ ന്യായീകരിക്കാൻ കുറെ കോൺഗ്രസ്സുകാർ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് വനിതാ പ്രവർത്തക ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയല്ല, അങ്ങനെ പേരൊന്നും പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവരെ കൈകാര്യം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് V ബിജു കിളിയന്തറ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. പ്രിയ മോഹൻ, ഉണ്ണിവിളയിൽ, ഗോപാലകൃഷ്ണപിള്ള, പ്രദീപ്, ശശികല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.